ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി ടെഹ്റാനിലെ കുപ്രസിദ്ധ ജയിലായിരുന്ന അതായത് ഇന്ന് മ്യൂസിയമായി പ്രവർത്തിക്കുന്ന എബ്രാന്ത് മ്യൂസിയത്തിൽ അനുഭവിച്ചത് കൊടിയ പീഡനങ്ങൾ. വളരെ ക്രൂരത നിറഞ്ഞ ജയിൽവാസമാണ് ഖൊമൈനി നേരിട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് സ്വന്തം മരണവും കാത്ത് പേടിച്ചരണ്ട് ഭൂഗർഭ ബങ്കറിനുള്ളിൽ ഒളിച്ചു കഴിയുന്ന ഖൊമൈനിയുടെ പിൽക്കാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ പല കാരണങ്ങളാൽ നിരവധി തവണ തടവിലാക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഖൊമൈനി. അതുപോലെ തന്നെ പഹൽവി ഭരണകൂടത്തിനെതിരായ ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുത്തതിന്റെ പേരിൽ 1960കളിലും 1970കളിലും അയത്തുള്ള അലി ഖൊമൈനിയെ പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഷായുടെ രഹസ്യ പോലീസായ സവാഖ് അദ്ദേഹത്തെ പീഡിപ്പിച്ചുവെന്നും അന്ന് ജോയിന്റ് കമ്മിറ്റി എഗൻസ്റ്റ് സവോട്ടേജ് ജയിൽ എന്നറിയപ്പെടുന്ന എബ്രാന്ത് മ്യൂസിയം ഖൊമൈനിയെ 6 തവണ തടവിലാക്കി. മ്യൂസിയത്തിന്റെ ഇടുങ്ങിയ ഇടനാഴിയിൽ തവിട്ടു നിറത്തിലുള്ള ഫ്രെയിമിൽ അയത്തുള്ള ഖൊമൈനിയുടെ ഒരു ചിത്രം ഉൾപ്പെടെ മുൻ തടവുകാരുടെ ഫോട്ടോഗ്രാഫുകൾ അടക്കമാണിപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതും. അതുപോലെ പേർഷ്യൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിന് താഴെയായിട്ട് അയത്തുള്ള അലി ഖൊമൈനി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഖൊമൈനിയെ തടവിലാക്കിയിരുന്ന ഏക ജയിലായ ബങ്കറിലുള്ള ഒരു ചെറിയ മങ്ങിയ വെളിച്ചമുള്ള സെല്ലും അവിടെ കാണാൻ സാധിക്കും. കറുത്ത തലപ്പാവ്, അതുപോലെ തന്നെ വൃത്താകൃതിയിലുള്ള കണ്ണട, തവിട്ടു നിറത്തിലുള്ള മേലങ്കി എന്നിവ ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മെഴുക്കു പ്രതിമയും ഈ സെല്ലിനുള്ളിൽ നിലകൊള്ളുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ കഷ്ടതനെയും അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തെയും ഒക്കെ തന്നെ പ്രകീർത്തിപ്പെടുത്തുന്നു എന്നതാണ് ഇറാനികൾ ഇപ്പോൾ അവകാശപ്പെടുന്നതും. 1972നും 1975നും ഇടയിൽ മഷ്റബാദിലെ വലിയ വ്യത്യസ്ത പള്ളികളിൽ ഖുറാന്റെയും അതുപോലെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ക്ലാസുകൾ ഖൊമൈനി നടത്തിയതായും പറയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇമാം അലിയുടെ നഖജ് അൽ ബലാഗയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രക്ഷോഭങ്ങൾ ആയിരക്കണക്കിന് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും വരെ ആകർഷിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഈ പ്രവർത്തനങ്ങളിൽ സബാക്കിനെ ഭയപ്പെടുത്തുകയും 1975ലെ ശൈത്യകാലത്ത് മഷ്ഹാദിലെ അദ്ദേഹത്തിന്റെ വീടിന് നേരെ റെയ്ഡ് ചെയ്യപ്പെടുകയും ചെയ്തു. 6ാം തവണയും അദ്ദേഹം അറസ്റ്റിലാവുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തവണ ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലീസ് സവാഖ് ജോയിന്റ് ജയിലിൽ, അതായത് ഇപ്പോഴത്തെ എബ്രാന്ത് മ്യൂസിയം എന്നറിയപ്പെടുന്നിടത്ത് അദ്ദേഹത്തെ വർഷങ്ങളോളം തന്നെ അല്ലെങ്കിൽ മാസങ്ങളോളം തടവിലാക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. തടവുകാരോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം അടയാളപ്പെടുത്തിയ ഈ തടവറയെ ഖൊമൈനി ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം നടക്കുന്ന സമയത്തും ഇസ്രയേലിന്റെ മിസൈലുകളെ പേടിച്ചും US-ന്റെ B-2 ബോംബറുകളെ പേടിച്ചും ഖൊമൈനി ജീവനും കൊണ്ട് അല്ലെങ്കിൽ ജീവനും കൈപിടിച്ച് ബങ്കറുകളിലേക്ക് ഓടുകയായിരുന്നു. കൂടെ നിന്നവരെ എല്ലാം തന്നെ ഇസ്രയേൽ കൊലപ്പെടുത്തുകയും ഇതോടുകൂടി തന്നെ ഖൊമൈനിയുടെ തല മാത്രമാണ് അവശേഷിച്ചതും. ഇതും കൂടെ കിട്ടിയാൽ മാത്രമേ ഇസ്രയേൽ സേന അടങ്ങുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ജനങ്ങൾ ഖൊമൈനിയുടെ വരവിനായി തന്നെ കാത്തിരിക്കുന്നു എന്നതാണ്. ഖൊമൈനിയെ വധിക്കരുത് എന്ന ട്രംപിന്റെ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞാണ് അത് ആ ഒരു വിധിയെയും ഖൊമൈനിയെ വധിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ വധഭീഷണി ഇതുവരെയും നെതന്യാഹു പിൻവലിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ഉള്ളിൽ കടന്നുകയറിയ 9ഓളം ആണവ ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ നിരവധി സൈനിക മേധാവികളെയും വധിച്ച ഇസ്രായേലിന്റെ രഹസ്യ ഏജന്റുമാരായ മൊസാദ് ഏതു നിമിഷവും ഈ ലക്ഷ്യം കൈവരിച്ചേക്കുമെന്ന ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഒരാഴ്ചയ്ക്ക് മേലെയായി അയത്തുള്ള അലി ഖൊമൈനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ് അപ്രത്യക്ഷനായിട്ട്. ഇതുവരെയും ഖൊമൈനി തിരിച്ചു വരാത്തതിൽ അസ്വസ്ഥത പടരുകയാണ്. 86 വയസ്സായ അയത്തുള്ള അലി ഖൊമൈനിയുടെ അസാന്നിധ്യം നിരവധി ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആശങ്കകൾക്കും പലവിധ കിംവദന്തികൾക്കും കാരണമാവുകയാണ്. ഖൊമൈനിയുടെ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥനായ മെഹ്തി ഫസോലിയോട് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന്റെ റിപ്പോർട്ടർ ഖൊമൈനി എവിടെയെന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇറാനിലെ ജനങ്ങൾക്ക് ഖൊമൈനിയെ കുറിച്ച് ആശങ്കയുണ്ടെന്നും അദ്ദേഹം എവിടെയാണെന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. എന്നാൽ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നവർ അത് ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുണ്ട് എന്ന് കരുതുന്നതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തടവറയിൽ അദ്ദേഹം അനുഭവിച്ച അയത്തുള്ള അലി ഖൊമൈനി അനുഭവിച്ച ആ ക്രൂരതകൾ അല്ലെങ്കിൽ പീഡനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.